അങ്ങനെ തിരുവനന്തപുരം യാത്രയുടെ മൂന്നാമത്തെ ദിവസം ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അവിടെ കുട്ടികൾക്ക് അത്യാവശ്യം ഇരിക്കാനും ഫൺ ആക്ടിവിറ്റീസിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതേ സമയത്ത് തന്നെ ബീച്ചുണ്ട്, ക്ലീനായിട്ടുള്ള ബീച്ചാണ്. നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോകുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് വെള്ളം എടുത്തില്ലെങ്കിൽ വാഷിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ 20 രൂപ വാങ്ങുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ ദേഹത്ത് മണ്ണൊക്കെ ആയി കഴിയുന്ന ശേഷം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എൻട്രി ഫീസൊക്കെ എടുത്ത് ഉള്ളിൽ കിടന്നു. അപ്പോൾ നമ്മളൊരു ബോട്ട് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ 15 മിനിറ്റ് ഒരു ഫാമിലിക്ക് മറ്റു കൂടെയുള്ള ആളുകളുടെ കൂടെ തന്നെ നമുക്ക് 15 മിനിറ്റ് വെള്ളത്തിലൂടെ യാത്രയുണ്ടായിരുന്നു. അതിനും ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് 100 രൂപ വെച്ചായിരുന്നു ടിക്കറ്റ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലൂടെ 15 മിനിറ്റ് യാത്രയൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഇതിനകത്തൂടെ. നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഈ ബീച്ച് സൈഡിലോട്ട് പോകുന്നത്. അവിടെ കുറച്ച് ചെറിയ ചെറിയ ഫുഡുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ കുറേ ചെറിയ ഫൺ ആക്ടിവിറ്റീസിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ കുതിരപ്പുറത്തൊന്നും കുട്ടികളെ കയറ്റുന്ന കാര്യത്തിലൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ പോലും കുട്ടികൾ മോള് വാശി പിടിച്ചതുകൊണ്ട് മോനെയും ബീച്ചിലൂടെ കുറേ സമയം കുതിരപ്പുറത്ത് അവർ കുറേ നേരം നടത്തിച്ചു. അവർ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പൈസ മുടക്കി പോകുന്നതിൽ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പോകുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും അതിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ, അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, അവർ ഹാപ്പിയാണോ? അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഒട്ടും ഹാപ്പിയില്ലാതെ തിരിച്ചു വരുന്ന ഒരുപാട് ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലോക്കലേ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ, അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ ഫാക്റ്റാണ് യാത്രകളിൽ. അപ്പം ഇളയ 2 പേരും ഇങ്ങനെ സീ സൈഡിലോട്ടൊക്കെ പോയി ഇങ്ങനെ ഇറങ്ങി തിരയിലൊക്കെ പെട്ടി ഇങ്ങനെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും മൂത്താൾ ദേഹത്ത് ചെളി പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം മാറിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ ട്രിപ്പുകൾക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഫൺ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്ന സമയത്ത് അത് കളയരുത്, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ കളയരുത്. ആ സമയം നമ്മുടെ ദേഹത്ത് മണ്ണ് പറ്റും പൊളി പറ്റും അങ്ങനെയൊന്നുമല്ല, അതൊരു എക്സ്പീരിയൻസ് ആണത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം അത് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനെയും വെള്ളത്തിലിറക്കി കുറേ നേരം കളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ മണ്ണ് വേറെ അഡീഷണൽ നമ്മൾ ബീച്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് വന്നിരുന്നതല്ല, നമ്മൾ വന്ന് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ മോൾക്ക്